മരിച്ചാലും മറക്കില്ല കേട്ടോ. കർത്താവിനെ പ്രതി പാടുപെടുന്നതിൽ പരം ഭാഗ്യം എന്തുണ്ട്? നമ്മുടെ കർത്താവിനെ പ്രതി പാടുപെടാത്ത ദിവസം ഒന്നുമല്ലാത്തായി തോന്നുന്നു. പാടുപെടാനും സഹിക്കുവാനുമുള്ള ശക്തി എനിക്ക് ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയുള്ള സ്വീകരണത്തിൽ നിന്നാണ്. തൂങ്ങപ്പെട്ട രൂപത്തെയും പരിശുദ്ധ അമ്മയെയും സൂക്ഷിച്ചപേക്ഷിക്കുകയും കണ്ണുനീർ ചിന്തുന്നതും എന്റെ ഹൃദയത്തിന് ഏക ആശ്വാസമാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നിങ്ങൾ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. എന്റെ അമ്മയായ കന്യകാമറിയത്തോടൊന്നിച്ച് ജീവിക്കുവാൻ എനിക്ക് എന്ന് ഇടവരും. കർത്താവിന്റെ സഹനത്തിൽ പങ്കുകൊണ്ടാലേ അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് പങ്കുള്ളൂ. ധ്യാനം കഴിക്കാത്ത ദിവസം ഒന്നുമല്ലാത്തായി തോന്നുന്നു. എനിക്ക് ഏക ആശ്വാസം എന്റെ ഈശോയുടെ അടുക്കൽ ചെല്ലുന്നതാകുന്നു. കർത്താവിന്റെ സഹനങ്ങളും എന്റെ സൗഖ്യവും ഓർക്കുമ്പോൾ എന്റെ ശരീരത്തിൽ മൂർച്ചയുള്ള സാധനം കൊണ്ട് അടിക്കുന്നതിനും മുറിക്കപ്പെടുന്നതിനും ആഗ്രഹം വരുന്നു. ആശ്വാസം തരുന്നതും എടുക്കുന്നതും ദൈവം തന്നെ. ദൈവ തിരുനാമം സ്തുതിക്കപ്പെടട്ടെ. വെറുതെ ജീവിതം കഴിപ്പാനല്ല, പിന്നെയോ ഏറ്റവും സംഭവമായ വിധത്തിൽ ഒരു പുണ്യവതിയെ പോലെ ജീവിതം കഴിക്കാനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം കഴിഞ്ഞാൽ എന്റെ സർവശരണവും ആശ്വാസവും പരിശുദ്ധ അമ്മയാകുന്നു. അഹങ്കാരം കൊണ്ട് പിശാചുക്കൾ ഇറങ്ങിപ്പോയ സ്വർഗത്തിലേക്ക് എളിമ എന്ന പുണ്യം കൊണ്ട് നമുക്ക് കയറി ചെല്ലാം. ദൈവത്തിന്റെ സ്നേഹത്തിൽ തെളിഞ്ഞ് സന്തോഷിക്കുക, ആശ്വസിക്കുക. അവിടെ സർവവുമുണ്ട്.